എവിടെയായിരുന്നു നീ? നിനക്ക് നന്നായി അറിയാമല്ലോ, നാം എപ്പോൾ ആഗ്രയിൽ വന്നാലും നിന്നെയാണ് നമുക്ക് ആദ്യം കാണേണ്ടതെന്ന്. കൊട്ടാരത്തിൽ പുതിയ ബീഗം വന്നിരിക്കുകയല്ലേ, എന്നിട്ടും അങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ? ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മുടെ ഈ കൊട്ടാരത്തിൽ പുതിയ ബീഗം എത്തുന്നത്. നാം എന്തിനാ അവളുടെ പക്കലേക്ക് പോകണം? നീ കണ്ടതല്ലേ അവൾ എത്ര ധിക്കാരത്തോടെയാണ് നമ്മോട് സംസാരിച്ചതെന്ന്. അവൾക്ക് ശിക്ഷയാണ് നൽകേണ്ടത്. നീ ചിരിക്കുകയാണോ? അതെ, കാരണം ശിക്ഷ നൽകേണ്ടത് കുറ്റവാളികൾക്കാണ്. വെഡ്ഡികളെ ഓർത്ത് നമ്മൾ ചിരിക്കുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചക്രവർത്തിയെ വിവാഹം കഴിച്ച ശേഷം ഏത് സ്ത്രീയാണ് ചക്രവർത്തിയെ നേടാൻ ആഗ്രഹിക്കാത്തത്? അവളെ നമ്മൾ വിഡ്ഢിയെന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? ഞാൻ കരുതിയത് അങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റുള്ളവരെ പോലെ അവളെ മറക്കുമെന്നാണ്. പക്ഷെ ആ വിഡ്ഢിക്ക് കുറച്ച് ദിവസം മാത്രം ലഭിക്കുന്ന അങ്ങയുടെ ആ സ്നേഹം പോലും വേണ്ടെന്ന. നീ വ്യക്തമാക്കി പറയൂ, അവൾ എന്താ പറഞ്ഞതെന്ന്. അവൾ എനിക്ക് മുന്നിൽ തല കുനിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അങ്ങ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. അങ്ങയുടെ ചിന്തയിൽ പോലും അവൾ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കരുതെന്ന്. ഒരു ഭയവും കൂടാതെ അവളിത് പറഞ്ഞത്. അവൾക്ക് ഷെഹൻഷായെ നേടാൻ ആഗ്രഹമില്ലത്രേ. അവൾക്ക് ചക്രവർത്തിയോട് സ്നേഹമില്ലെന്ന്. ഇനി ചക്രവർത്തിയുടെ തീരുമാനമാണ്. ഒന്നുകിൽ അവൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് അവളെ തിരികെ അയക്കണം, ഇല്ലെങ്കിൽ അവളുടെ അവഹേളനയും അഹങ്കാരവും സഹിക്കേണ്ടതാണ്. പുറത്തേക്ക് പോ. ഇത്രയും തന്റെ ഇടം. ചിലപ്പോൾ ഒരു പക്ഷെ നീ മറന്നുപോയതാകും, ഇത് നിന്റെ അമീറല്ല, ഇത് നമ്മുടെ ആഗ്രയാണെന്ന കാര്യം. ഇവിടെ നമ്മുടെ ആജ്ഞ, നമ്മുടെ വാക്കാണ് നടക്കുക. നീ എല്ലാവരുടെയും മുന്നിൽ വച്ച് നമ്മെ അവഹേളിച്ചു. നമ്മെ അവഹേളിക്കുന്നു. അങ്ങയെ അവഹേളിക്കാൻ നാം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ അങ്ങയുടെ കൽപ്പനയെക്കുറിച്ചാണെങ്കിൽ അങ്ങാണ് നമ്മോട് പാട്ട് പാടാൻ പറഞ്ഞത്. നാം അത് പാടി, നമുക്കറിയാവുന്ന പാട്ട് പാടി. ഇവിടെ നമ്മുടെ ഒരു തെറ്റുമില്ല. ആവശ്യത്തിലധികം നീ നിന്റെ നാവ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ അങ്ങ് സുബോധത്തിലല്ല ഉള്ളത്. അങ്ങിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതാവും ഉചിതം. നമ്മുടെ അന്തപുരത്തിൽ നിന്ന് നീ നമ്മോട് പുറത്തു പോകാൻ പറയുന്നു, അതും നാം സുബോധത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ ഇത് നിനക്കറിയില്ലായിരിക്കും, മദ്യപിക്കുമ്പോൾ മനുഷ്യർ സത്യം മാത്രമേ പറയൂ എന്ന്. നീ എന്താണ് റുഖിയ ബീഗത്തോട് പറഞ്ഞത്? നാം നിന്നെ വെറുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്നോ? എന്നാൽ നാം ഇന്ന് നിന്നോടൊരു രഹസ്യം പറയാം. നാം നിന്നെ വിവാഹം കഴിച്ചത് തന്നെ നിന്നെ നാം വളരെയധികം വെറുക്കുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ബീഗമായി ഇവിടെ കൊണ്ടുവന്നത് നിന്റെ ചിറകുകൾ ഒടിക്കാനാണ്. നിന്റെ ധൈര്യവും നിന്റെ ശബ്ദവും നിന്റെ ആവേശവും എല്ലാം ഈ 4 ചുവരുകൾക്കുള്ളിൽ ബന്ധിച്ചിടാൻ. നമ്മുടെ തല കൊയ്യാൻ നീ ആഗ്രഹിച്ചു, പക്ഷെ നാം നമ്മുടെ വെറുപ്പ് കൊണ്ട് നിന്റെ ശിരസ് നാം താഴ്ത്തിച്ചു.
ഇതിനെയാണ് പറയുന്നത് വെറുപ്പിന്റെ ശക്തിയെന്ന്. ഈ ലോകത്തിന് മുന്നിൽ നീ ഒരു ചക്രവർത്തിയുടെ ബീഗമാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരുവൾ. പക്ഷെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും അവഹേളനം എന്താണെന്ന്. ധാരാളം മനുഷ്യരുണ്ട് നമ്മെ ഭയന്ന് ജീവിക്കുന്നവർ. പക്ഷെ നീ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഇഞ്ചിഞ്ചായി മരിച്ചു ജീവിക്കേണ്ടി വരുന്ന ആദ്യ വ്യക്തി. ഈ ലോകത്തിൽ നിന്ന് നാം നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും, പക്ഷെ നിന്നെ നമ്മിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കുമാവില്ല. അപ്പോൾ നിനക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം വരും. നീ വെറുക്കാൻ ആഗ്രഹിച്ച ആൾ തെറ്റിപ്പോയെന്ന്. നിനക്കാണ് തെറ്റുപറ്റിയത്. നീ നമ്മുടെ വിജയത്തിന്റെ സമ്മാനമാണ്. സമ്മാനം. അങ്ങേ ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെ ബലം പ്രയോഗിക്കാനുള്ള അധികാരം അങ്ങേക്കില്ല. നാം നിന്റെ ഭർത്താവാണ്. നമുക്ക് നിന്നിൽ അധികാരമുണ്ട്. നമ്മിൽ നിന്ന് എങ്ങനെ നിനക്ക് അകന്നു നിൽക്കാൻ കഴിയും? നാം എന്താഗ്രഹിച്ചാലും നമുക്കത് ചെയ്യാനാകും. പക്ഷെ നാം അത് ചെയ്യില്ല. നിന്നെ നാം ഒന്ന് തൊടുക പോലുമില്ല. കാരണം നാം നിന്നെ തൊടുകയാണെങ്കിൽ നിന്റെ യോഗ്യത കൂടും. നീ സ്വയം എന്തോ പ്രത്യേകത ഉള്ളവളായി വിചാരിക്കും. നീ കരുതും നാം നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് നിന്നോട് പ്രണയമാണെന്നും. പക്ഷെ അതിന് നാം നിന്നെ അനുവദിക്കില്ല. ഉടൻ റുഖ്യ ബീഗത്തിന് ഈ സന്ദേശം എത്തിക്കൂ. ഇന്ന് രാത്രി നാം അവളോടൊപ്പമാണ് ചിലവഴിക്കുക എന്ന്. നാം കരുതിയത് അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നാം സ്വയം ബലിയാടായതെന്നാണ്. പക്ഷെ സത്യം എന്താണെന്ന് മോത്തി, ജലാൽ നമ്മുടെ ജീവിതം നരകമാക്കാൻ വേണ്ടിയാണ് നമ്മെ വിവാഹം കഴിച്ചത്. സ്വന്തം അഹങ്കാരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മെ വിവാഹം ചെയ്തത്. നാം കരുതിയത് അമീറിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവിതം എങ്ങനെയും തള്ളി നീക്കാമെന്നാണ്. പക്ഷെ ഇപ്പോൾ ഓരോരോ നിമിഷവും തള്ളി നീക്കുന്നത് കഠിനമായിരിക്കുകയാണ് മോത്തി. അമീറിലേക്ക് തിരികെ പോകാനുമാവില്ല. ഇതിനേക്കാൾ നല്ലത് കല്യാണത്തിന് മുൻപ് ഞാൻ മരിക്കുന്നതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജീവൻ ഒരാധാരവുമില്ല. മരിക്കാൻ എനിക്ക് അവകാശവുമില്ല. അറിയില്ല നാം ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന്.
നിങ്ങൾ വിവരം അറിഞ്ഞോ മല്ലികെ? ജോധാകർമ്മിൽ ആരതി ചെയ്തു തുടങ്ങി. എനിക്ക് വിവരം കിട്ടി. ഹർമിലെ നിയമം ആദ്യമായാണ് ലംഘിക്കപ്പെടുന്നത്. ഇതിങ്ങനെ മുന്നോട്ടു പോകാൻ അനുവദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ശീലമാകും. നമുക്ക് ജ്യോതയെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. മല്ലിക ആലിയയ്ക്ക് സുപ്രഭാതം അരുളുന്നു. ഒരു വാർത്തയുണ്ട് മല്ലിക. ഹർമിലെ നിയമം. എനിക്കറിയാം നീ എന്താണ് പറയാൻ വന്നതെന്ന്. ഹർമിലെ പുതിയ ബീഗം ആരതി നടത്തി ഇവിടത്തെ നിയമവും ചട്ടങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. എനിക്ക് മാപ്പ് തരണം മല്ലിക. മറ്റൊരു നിയമം ലംഘിച്ച വാർത്ത പറയാനാണ് ഞാൻ വന്നത്. ഹർമിൽ ആദ്യമായി ചക്രവർത്തി അല്ലാതെ ഒരു അന്യപുരുഷൻ പ്രവേശിച്ചിരിക്കുന്നു. ഒരു അന്യപുരുഷൻ ഹെർമിൽ കാലുകുത്തിയെന്നോ? ആരാണ് ഈ അപരാധം കാണിച്ചത്? മൻസിംഗ്, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ദാസി നമ്മോട് വന്ന് പറഞ്ഞു, ഇവിടുത്തെ നിയമം അനുസരിച്ച് മറ്റൊരു പുരുഷൻ ഹരമിൽ വരാൻ പാടില്ല എന്നാണ്. ഇന്നലെ സംഭവിച്ചതോർത്ത് പിതാശ്രീ വളരെ ദുഃഖിതനായിരുന്നു. അതുകൊണ്ടാണ് നാം അവിടുത്തെ കാണാൻ വന്നത്. അങ്ങന്റെ ചെറിയമ്മയാണ്. ആമീറിൽ നാം എപ്പോൾ വന്നാലും അവിടുത്തെ കാണാൻ വരുന്നതാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ വന്നുകൂടാ? കാരണം ഇത് നിങ്ങളുടെ കൊട്ടാരമല്ല, ഞങ്ങളുടെ ആഗ്രയിലെ ഹർമ്മ്യമാണ്. നിങ്ങളുടെ അവിടെ നിയമം മറ്റു പലതുമായിരിക്കും. ഇവിടെ ഞങ്ങളുടെ നിയമമാണ് നടപ്പാക്കേണ്ടത്. ആ നിയമപ്രകാരം ചക്രവർത്തി അല്ലാതെ ഈ ഹർമിൽ അന്യപുരുഷന്മാർ പ്രവേശിക്കാൻ പാടില്ല. ഇത് നമ്മുടെ അനന്തരവനാണ് ബീഗം. പിന്നെ അനന്തരവൻ പുത്രന് സമമാണല്ലോ. ബന്ധുക്കളായ പുരുഷന്മാരായാൽ കൂടി ഈ ഹർമിൽ പ്രവേശനമില്ല. ഇവൻ നിയമം ലംഘിച്ചു. ഇവന് ജലാൽ ചക്രവർത്തി തന്നെ ശിക്ഷ വിധിക്കും. ഇവനിപ്പോൾ ഒരു ബാലനാണ്. കുറ്റവാളിയുടെ പ്രായം കണക്കാക്കാറില്ല. കണക്കാക്കാറുള്ളത് കുറ്റം മാത്രമാണ്. കൊണ്ടുപോയവനെ. നീ അവിടെ എന്തിനാണ് പോയത്? ചെറിയമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടു. അതുകൊണ്ടാണ് കാണാൻ പോയത്. അത് നമ്മുടെ അന്തപുരമാണ് മാൻസിംഗ്. അവിടെ അന്യപുരുഷൻ പ്രവേശിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ്. അതുകൊണ്ട് നിയമമനുസരിച്ച് നിനക്കതിനുള്ള ശിക്ഷ ലഭിക്കും. നാം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ചെറിയമ്മ ദുഃഖിതയായിരുന്നു. അതുകൊണ്ടാണ് കാണാൻ പോയത്. പിന്നെന്തായാലും എനിക്കിവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഉത്തരവ് വാങ്ങി പോകുമായിരുന്നു. അതായത് നീ ഉറപ്പായും പോകുമായിരുന്നു? തീർച്ചയായും. നാം ജോത ചെറിയമ്മയ്ക്ക് വാക്കുകൊടുത്തതാണ് ഇവിടെ ആഗ്രയിൽ ഒരു ബുദ്ധിമുട്ടിനും ഇടയാകില്ലെന്ന്. അതുകൊണ്ടാണ് നാം ഇവിടെ വന്നത്. കൊള്ളാം, നന്നായിരിക്കുന്നു. ഷഹൻഷായോട് മറുത്തുത്തരം പറയാനുള്ള ധൈര്യവും നിനക്കുണ്ടോ? നിനക്ക് ശിക്ഷ ഉറപ്പായും ലഭിക്കും മാൻസിംഗ്. നിനക്കുള്ള ശിക്ഷ എന്താണെന്നോ? നീ എപ്പോഴും നമ്മോട് കൂടെ തന്നെ ഉണ്ടാകണം. നാം നിനക്ക് യുദ്ധത്തിന്റെ മാത്രമല്ല, നാം നിനക്ക് രാജതന്ത്രത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നോട് ക്ഷമിക്കണം ഷെഹൻഷാ, പക്ഷേ ഇതെന്ത് ശിക്ഷയാണ്? ശിക്ഷ കൊടുക്കേണ്ടത് വഞ്ചകർക്കാണ് വല്ലുമ്മ, വിശ്വസ്തർക്കല്ല. ഈ ബാലകൻ ചെറുപ്പത്തിൽ കൊടുത്ത വാക്കു പാലിക്കാൻ നമ്മുടെ ആജ്ഞ തന്നെ ധിക്കരിച്ചുവെങ്കിൽ, നമ്മുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ സംസാരിക്കാൻ തയ്യാറായെങ്കിൽ, അവൻ മുതിർന്നു കഴിയുമ്പോൾ നമ്മോടുള്ള വിശ്വസ്തത പാലിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും. വിശ്വസ്തത ഭാഗ്യവശാൽ ലഭിക്കുന്ന ഒന്നാണ്. നമുക്ക് ഈ ബാലകനെ കൊണ്ടുതന്നതും ഭാഗ്യം തന്നെയാണ്. പക്ഷെ ജലാൽ, ഇവൻ തെറ്റുകാരനാണ്. നിയമം അനുസരിച്ച് ഇത് നമ്മുടെയും ബീഗത്തിന്റെയും അനന്തരവനാണ്.
നാം ഇവനെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുവന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇനി ഒരിക്കലും നമ്മെ നിയമം പഠിപ്പിക്കുന്ന തെറ്റ് നീ ചെയ്തുകൂടാ. നിയമം നാം തന്നെയാണ്. നിയമം നമ്മെയല്ല ഭരിക്കേണ്ടത്. ആദം, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതാദ്യമായി നമ്മുടെ അന്തപുരത്തിൽ ഒരു അന്യപുരുഷൻ പ്രവേശിച്ചു, എന്നിട്ട് അവനു വേണ്ടി അന്തപുരത്തിലെ നിയമം മാറ്റി എഴുതുന്നു. ശിക്ഷയ്ക്ക് പകരം അവന് സമ്മാനം നൽകുന്നു. ഇതെല്ലാം ആ ജോധ കാരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചക്രവർത്തിനി എന്താണ് അങ്ങനെ ചെയ്തത്? അദ്ദേഹം ജോധാബീഗത്തെ വെറുക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, വെറുപ്പുണ്ടാകുന്നത് അതേ ഹൃദയത്തിലാണ്. പ്രണയമുള്ളിടത്ത് ഒരു നേർത്ത അതിരു മാത്രമാണുള്ളത്. പ്രണയത്തിനും വെറുപ്പിനുമിടയിൽ. വെറുപ്പ് എപ്പോഴാണ് പ്രണയമായി മാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അതും ആദ്യമായി എനിക്ക് ഭയം തോന്നുന്നു. വല്ലാത്ത ഭയം തോന്നുന്നു. നാം ജലാലിന് സന്ദേശം അയച്ചു കഴിഞ്ഞു. വിവാഹശേഷമുള്ള ചടങ്ങുകൾക്കായി നാം ആഗ്രയിലേക്ക് ചെല്ലുമെന്ന്. ഇപ്പോൾ ആ സന്ദേശം അവിടെ എത്തിക്കാണും. നാം ഇപ്പോൾ തന്നെ ആഗ്രയിലേക്ക് പുറപ്പെടുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. ശരി പ്രഭു. മഹാരാജാവേ, മഹാറാണി, താങ്കളെന്താ ഇപ്പോൾ ഇവിടെ? നിങ്ങൾ പുറത്തേക്ക് വെക്കൂ. എന്തു പറ്റി മീനാവതി? എന്തിനാണ് ഇങ്ങനെ ഭയം ഓടി വരുന്നത്? മഹാരാജാവേ, നാം ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. നമ്മുടെ ജ്യോതിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഒന്നും സംഭവിക്കാൻ പാടില്ല. മേനാവതി, ജ്യോത സുഖമായിരിക്കുന്നുണ്ടാവും. ഇല്ല, നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് മഹാരാജാവേ. നമ്മുടെ പുത്രി ആത്മഹത്യ ചെയ്തതായി നാം സ്വപ്നം കണ്ടു. സ്വസ്ഥമായിരിക്കൂ മേനാവതി. അത് വെറുമൊരു സ്വപ്നമായിരുന്നു. അല്ല, ജ്യോതി എന്തോ സങ്കടത്തിലാണ്. അവൾക്ക് സമ്മതമല്ലാതിരുന്നിട്ടും അമീറിന്റെ സുരക്ഷയ്ക്കായി നമ്മൾ അവളുടെ വിവാഹം ജലാലുമായി നടത്തുകയായിരുന്നു. അവളുടെ ഈ ജീവിതത്തിന് ഉത്തരവാദികൾ നമ്മളാണ്. എല്ലാം നമ്മുടെ മാത്രം തെറ്റാണ്. മേനാവതി, ജോധ ഇപ്പോൾ ഈ മുഴുവൻ സാമ്രാജ്യത്തിന്റെയും ബീഗമാണ്. അവൾ ആ കൊട്ടാരത്തിൽ സസുഖം വാഴുകയുമാണ്. ഇല്ല, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നില്ല. നമുക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം. ഒരു പ്രാവശ്യം. മേനാവതി, വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങുകൾക്കായി നാം ആഗ്രയിലേക്ക് പോവുകയാണ്. നാം അവളെ പോയി കണ്ടുവരാം. നാമും കൂടെ വരാം. ഈ ചടങ്ങിൽ മഹാറാണിമാർ പങ്കെടുക്കാറില്ല. ചടങ്ങിന് നാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. നമുക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഒരു തവണ കണ്ടാൽ മാത്രം മതി. നാം അങ്ങയുടെ കാല് പിടിക്കാം. അങ്ങയുടെ മുന്നിൽ കൈകൂപ്പുകയാണ്. നീ എന്തായി ചെയ്യുന്നത് മേനാവതി? ശരി, സമ്മതിച്ചിരിക്കുന്നു. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. ചടങ്ങുകൾ നാം നോക്കിക്കൊള്ളാം. താങ്കൾ ജോധയെ കണ്ടുകൊള്ളൂ. ശരി. ജോധ, കണ്ണൻ നിന്റെ പ്രാർത്ഥന കേട്ടു. അമീറിൽ നിന്ന് സന്ദേശം എത്തിയിരിക്കുന്നു. വിവാഹശേഷമുള്ള ചടങ്ങുകൾക്കായി അവിടുത്തെ പിതാശ്രീയും കുടുംബം മുഴുവനും ആഗ്രയിലേക്ക് വരാനായി അമീറിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സത്യമായിട്ടും പിതാശ്രീ വരുന്നുണ്ടോ? എന്താ മുഖം വാടിയത്? ഇത്ര വലിയ സന്തോഷ വാർത്ത കേട്ടിട്ടും? സന്തോഷത്തെക്കാൾ കൂടുതൽ വിഷമിക്കാനുള്ള കാരണമാണ് മോത്തി. വിഷമിക്കാനുള്ള കാരണം എന്താ? നിനക്കറിയില്ലേ മോത്തി, ഷെഹൻഷാ എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. നമ്മെ വിഷമിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം മാൻസിംഗിനോട് ക്ഷമിച്ചു. അവനെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ പരിശീലനം നേടാൻ പറഞ്ഞു. പക്ഷെ അതിന് പിന്നിലുള്ള സത്യം ഇതാണ് മോത്തി. അദ്ദേഹം മാൻസിംഗിനെ സ്വന്തം ആളുകൾക്കെതിരെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അവനെ കൊണ്ട് നമ്മുടെ വീരന്മാരുടെ രക്തം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പിതാശ്രീയും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഭയമുണ്ട് ഷെഹൻഷാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിതാശ്രീയോട് പറയുമെന്ന്. നമുക്ക് എന്തും സഹിക്കാനാവും മോത്തി. പക്ഷെ പിതാശ്രീയുടെ വേദന എന്താണോ ഞാൻ പിതാശ്രീയിൽ നിന്ന് മറയ്ക്കുന്നത്?
ഷെഹൻഷാ മനഃപൂർവ്വം അത് പിതാശ്രീയുടെ മുന്നിൽ എത്തിക്കും മോത്തി. അങ്ങനെ ഞാൻ ആലോചിച്ചതേയില്ല. ഒരു കാര്യം ചെയ്യ് ജോദ, നിനക്ക് എന്തുകൊണ്ട് ഒന്ന് ചക്രവർത്തിയുമായി സംസാരിച്ചുകൂടാ? അദ്ദേഹത്തോടൊന്ന് യാചിച്ചു നോക്കൂ. അതേ രാജാവിനോടൊന്നും പറയരുതെന്ന്. നീ എന്താണ് ഈ പറയുന്നത് മോത്തി? നാം ഷെഹൻഷായുടെ മുന്നിൽ ചെന്ന് യാചിക്കണമോ? നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നു? നാം അദ്ദേഹത്തെ വെറുക്കുന്നു മോത്തി.